പെരും തേനീച്ച കൂടുകൾ മൂലം ഭീതിയിൽ കഴിഞ്ഞ ഇടുക്കി ഖജനാപ്പാറ രാജകുമാരി എസ്റ്റേറ്റ് കോളനിയിലെ 40ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. രാജകുമാരി കമ്മ്യൂണിറ്റി ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് മാറ്റിയത്. പെരുന്തേനീച്ച കൂട് ഒഴിവാക്കാൻ പഞ്ചായത്ത് നടപടികൾ ആരംഭിച്ചു. ആശങ്കയോടെ കഴിഞ്ഞിരുന്ന ഖജനാമ്പാറയ്ക്ക് സമീപത്തെ രാജകുമാരി എസ്റ്റേറ്റ് കോളനിയിലുള്ളവർക്ക് ഇനി ആശ്വാസകാലമാണ്. കോളനിക്ക് സമീപത്തെ വൻമരത്തിലുള്ള 40ഓളം പെരുന്തേനീച്ച കൂടുകൾ ഒഴിവാക്കാൻ രാജകുമാരി പഞ്ചായത്ത് മുൻകൈയെടുത്ത് നടപടി സ്വീകരിച്ചു. ശക്തമായ കാറ്റ് വീശിയാൽ തേനീച്ചകളുടെ കടുത്ത ആക്രമണമുണ്ടാകുന്ന സാഹചര്യമാണ്. പെരുന്തേനീച്ചകളെ തുരത്തി തേനെടുത്ത ശേഷം മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റാൻ മാന്നാൻ വിഭാഗത്തിൽപ്പെട്ട സംഘം സ്ഥലത്തെത്തി. നടപടിയുടെ ഭാഗമായി കോളനിയിലെ 40ഓളം കുടുംബങ്ങളെ രാജകുമാരി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഉദ്യമം അവസാനിക്കുന്നതുവരെ 40 കുടുംബങ്ങളിലെ 60ഓളം അംഗങ്ങൾ കമ്മ്യൂണിറ്റി ഹാളിൽ താമസിപ്പിക്കാനാണ് തീരുമാനമെന്ന് രാജകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു പറഞ്ഞു. പഞ്ചായത്തിലെ രാജകുമാരി എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മരത്തിൽ ഏകദേശം 40ഓളം തേനീച്ചകൾ കൂടുകൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തേനീച്ച ഇപ്പോൾ വേനൽക്കാലം ആയപ്പോൾ തേനീച്ചകൾ ഇളകി അടുത്തടുത്ത് വീടുകളുള്ള ഏകദേശം 40ഓളം വീടുകൾ തൊട്ടടുത്തടുത്തായിട്ട് താമസിക്കുന്ന ആളുകളാണ്. നിരവധി കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകളെ കടിക്കുകയും ഉപദ്രവിക്കുകയും അതോടൊപ്പം തന്നെ വളർത്തുമൃഗങ്ങളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആളുകളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ച് തേനീച്ചകളെ സ്ഥലത്തുനിന്ന് ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. വനം വകുപ്പിന്റെയും അഗ്നിശമന സേനയുടെയും സഹകരണത്തോടെയാണ് തേനീച്ചകളെ തുരത്തി അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചത്. തേനീച്ച ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വിവിധ സർക്കാർ ഓഫീസുകൾ കയറിയിരുന്നെങ്കിലും പ്രശ്നത്തിന് ഇപ്പോഴാണ് പരിഹാരമുണ്ടാകുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൽ 13 വർഷമായിട്ട് തേനീയുടെ ഭയങ്കര ശല്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ പ്രാവശ്യം പഞ്ചായത്തിലും വരുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞായിരുന്നു. ഈ പ്രാവശ്യം പറഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് നടപടി എടുത്ത് തന്നായിരുന്നു. പ്രസിഡന്റ്, സെക്രട്ടറി, ബാക്കിയുള്ള എല്ലാവരും. ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഭയങ്കരമായിട്ട്. രാവിലെ ലൈറ്റ് ഇടുമ്പോൾ താഴത്തുള്ള വീട്ടിലൊക്കെ എല്ലാം വരും. ഇപ്പം മേലിലുള്ള വീട്ടുകളിലൊക്കെ വരാൻ തുടങ്ങി. ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. വൈകുന്നേരം 2-3 മണിയായ വരട്ടിയിട്ട് എല്ലാവരും കൊത്തുക. തേനീച്ച ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 1.5 വയസ്സുകാരനടക്കം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തേനീച്ച ശല്യം മൂലം വളർത്തുമൃഗങ്ങളെ വളർത്താൻ പോലും ഇവിടെയുള്ളവർക്ക് കഴിഞ്ഞിരുന്നില്ല. രാത്രി സമയത്ത് വീടുകളിൽ ലൈറ്റ് തെളിച്ചാലും തേനീച്ചകൾ ഇരമ്പിയെത്തും. തേനീച്ച ആക്രമണം രൂക്ഷമായതോടെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.